രാജ്യ തലസ്ഥാനത്തെക്കുറിച്ച് നിർണായക ചോദ്യവുമായി എത്തിയിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ. ഡൽഹിക്ക് ഇനിയും രാജ്യ തലസ്ഥാനമായി തുടരാനുള്ള യോഗ്യതയുണ്ടോ എന്ന ചോദ്യമാണ് പ്രധാനമായും ശശി തരൂർ മുന്നോട്ട് വയ്ക്കുന്നത്. നഗരത്തിലെ വായു ഗുണനിലവാരം ഗുരുതരാവസ്ഥയിൽ തുടരുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ ഈ ചോദ്യം. എക്സ് പോസ്റ്റിലൂടെയായിരുന്നു ശശി തരൂർ ഇത്തരത്തിലൊരു ചോദ്യം അല്ലെങ്കിൽ സംശയം പങ്കുവച്ചത്. രാജ്യ തലസ്ഥാനത്തെ ഗുരുതര സാഹചര്യം എടുത്തു പറഞ്ഞാണ് ട്വീറ്റ്. നവംബർ മുതൽ ജനുവരി വരെയുള്ള 3 മാസക്കാലം ഡൽഹി വാസയോഗ്യമല്ലെന്ന് പറഞ്ഞ ശശി തരൂർ ശേഷിക്കുന്ന 9 മാസക്കാലം നഗരത്തിൽ ജനജീവിതം ദുഷ്കരമാണെന്നും ചൂണ്ടിക്കാട്ടി. ആദ്യമായാണ് തലസ്ഥാന നഗരമായി തുടരാനുള്ള ഡൽഹിയുടെ യോഗ്യതയെ ചോദ്യം ചെയ്ത് ഒരു മുതിർന്ന നേതാവ് രംഗത്ത് വരുന്നത് എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായ കാര്യം. ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള രണ്ടാമത്തെ നഗരമായ ധാക്കയെക്കാളും 5 ഇരട്ടിയാണ് ഡൽഹിയിലെ മലിനീകരണ തോതെന്നാണ് ശശി തരൂർ തന്റെ എക്സ് പോസ്റ്റിൽ പറയുന്നത്. വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാവാതിരുന്ന കേന്ദ്ര സർക്കാർ നടപടിയെ ശശി തരൂർ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഡൽഹി ഔദ്യോഗികമായി ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമാണ്. 4 മടങ്ങ് അപകടകരമായ നിലയാണ് ഇപ്പോഴുള്ളത്. ഏറ്റവും മലിനമായ രണ്ടാമത്തെ നഗരമായ ധാക്കയുടെ 5 ഇരട്ടി മോശമാണ് ഇവിടുത്തെ സാഹചര്യം. വർഷങ്ങളായി നമ്മുടെ സർക്കാർ ഈ ദുസ്വപ്നത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്നതല്ലാതെ ഇത് മറികടക്കാൻ ഒന്നും ചെയ്യുന്നില്ലെന്നത് മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമാണെന്നും ശശി തരൂർ പറയുന്നു. ഡൽഹി വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ മുൻകാല ശ്രമങ്ങളെക്കുറിച്ചും ശശി തരൂർ വാചാലനായി. 2015 മുതൽ വായു ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വട്ടമേശ സമ്മേളനങ്ങൾ നടത്തി വന്നിരുന്നു ശശി തരൂർ. എന്നാൽ യാതൊരു പുരോഗതിയും ഉണ്ടാവാതായതോടെ കഴിഞ്ഞ വർഷം ഈ ശ്രമങ്ങൾ ഉപേക്ഷിക്കുകയായിരുന്നു. എയർ ക്വാളിറ്റി റൗണ്ട് ടേബിൾ ആവിഷ്കരിച്ചുവെങ്കിലും കഴിഞ്ഞ വർഷം പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടി എന്താണെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. AQI അതായത് വായു ഗുണനിലവാര സൂചിക അത് ഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഡൽഹി NCR പുകയും പൊടിയുമായി നിറഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. നേരത്തെയും ഡൽഹി വായു മലിനീകരണ വിഷയത്തിൽ സർക്കാരിനെതിരെ ശശി തരൂർ ആഞ്ഞടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമായി ഡൽഹി മാറിയെന്നും ഈ സാഹചര്യത്തിൽ ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായി തുടരണമോ എന്നും അദ്ദേഹം ചോദിക്കുന്നത്. മേഖലയിലെ വായു മലിനീകരണ തോത് അപകടാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. തലസ്ഥാനത്ത് മലിനീകരണം രൂക്ഷമായതോടെ സ്കൂളുകൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അയൽ സംസ്ഥാനങ്ങളായ പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ തങ്ങളുടെ വയലുകളിൽ കച്ച, വൈക്കോൽ എന്നിവ അനധികൃതമായി കത്തിക്കുന്നതാണ് പ്രധാന വെല്ലുവിളി. അതേസമയം ഡൽഹിയിലെ വായു മലിനീകരണത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു. മലിനീകരണം നിയന്ത്രിക്കുന്നതിന് ഡൽഹി സർക്കാർ എന്ത് നടപടികളാണ് എടുത്തതെന്ന് കോടതി ചോദിക്കുന്നുണ്ട്. നടപടികൾ വൈകിപ്പിച്ചതിൽ സർക്കാരുകളെ കോടതി വിമർശിച്ചു. ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ സ്റ്റേജ് 3 നടപ്പിലാക്കാൻ വൈകിയതിനെ വിമർശിച്ച കോടതി അനുമതിയില്ലാതെ GRAP4 പിൻവലിക്കാൻ പാടില്ലെന്ന കർശന നിർദ്ദേശവും നൽകി. ഡൽഹിയിൽ വായു മലിനീകരണം അതീവ ഗുരുതര വിഭാഗത്തിൽ തുടരുകയാണ്. മലിനീകരണ തോത് ഉയർന്നതോടെ അതിശക്തമായ പുകമഞ്ഞാണ് ഡൽഹിയിൽ അനുഭവപ്പെടുന്നത്. ഇതോടെ ദൃശ്യപരിധി പലയിടത്തും 100 മീറ്ററിന് താഴെയായി. അതിനിടെ മലിനീകരണത്തിൽ കേന്ദ്ര സർക്കാരിനെ പഴിചാരി ഡൽഹി മുഖ്യമന്ത്രി അതിഷിയും രംഗത്തെത്തിയിരുന്നു. കേന്ദ്രം വെറുതെയിരിക്കുന്നു എന്നാണ് വിമർശനം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വൈക്കോൽ കത്തിക്കുന്നത് കൂടിയെന്നും മലിനീകരണത്തിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഡൽഹി മുഖ്യമന്ത്രി അതിഷി കുറ്റപ്പെടുത്തി.